ായിട്ട് നമുക്ക് പറയാനുള്ള സെൻസേഷൻ പെയിനാണ്. പെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും അല്ലേ? വേദന എന്താണെന്നറിയാത്ത ആളുകൾ ഉണ്ടാവുമോ? നമുക്കെല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഒരു പ്രാവശ്യം എന്നല്ല, ഒരുപാട് പ്രാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സെൻസേഷനാണ് പെയിന്. നമ്മൾ ചെറുപ്പം മുതലേ അനുഭവിച്ചു വരുന്നൊരു സെൻസേഷനാണ്. ഓക്കെ, ഈ നമ്മുടെ പെയിൻ എന്ന് പറഞ്ഞ സെൻസേഷൻ്റെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്രീ നെർവ് എൻഡിങ്സ് ആണ്. ഫ്രീ നെർവ് എൻഡിങ്സ് അതൊരിക്കലും മറക്കരുത്. ഫ്രീ നെർവ് എൻഡിങ്സ്, ഒരു നെർവ് എന്താ പറയുക, ഫ്രീ ആയിട്ട് കിടക്കുന്ന അതിൻ്റെ ഫ്രീ നെർവ് എൻഡിങ് എന്നാണ് പറയാം. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ത്രൂ ഔട്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മസിൽസിൽ, ജോയിൻസിൽ, ഇൻറ്റേർണൽ ഓർഗൻസ്, ഇവിടെയൊക്കെ ഈ ഒരു ഫ്രീ നെർവ് എൻഡിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രീ നെർവ് എൻഡിങ്സ് മസിൽസിലും അതേപോലെ സ്കിന്നിലും ജോയിൻറ്റിലും ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഫ്രീ നെർവ് എൻഡിങ്സ് ആണ് നമ്മുടെ പെയിനിൻ്റെ റിസപ്റ്റേഴ്സ്. ഈ പെയിനിൻ്റെ റിസപ്റ്റേഴ്സിനെയാണ് നമ്മൾ നോസിസെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോസിസെപ്റ്റേഴ്സ്. ഈ നോസിസെപ്റ്റേഴ്സ് നമ്മൾ എന്തെങ്കിലും ഡാമേജ്ഡ് ടിഷ്യൂസിനെയൊക്കെ അതിനെ എന്തെങ്കിലും ഡാമേജ്ഡ് ടിഷ്യൂസിനൊക്കെ സ്റ്റിമുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യും. അത് എങ്ങനെയൊക്കെയുള്ള വെച്ചാൽ, അതായത് ഇഞ്ചൂറിയസ് ഏജൻറ്റ്, അതായത് നമ്മുടെ പെയിൻ ഉണ്ടാക്കുന്ന ഇഞ്ചൂറിയസ് ആയിട്ടുള്ള ഏജൻസിനോട് റെസ്പോണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ഇഞ്ചൂറിയസ് ഏജൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറി നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിലൊന്നാമത്തത് മെക്കാനിക്കൽ ഇഞ്ചുറിയാണ്. മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മുടെ കട്ടിങ്, ക്രഷിങ് ഒക്കെ, നമ്മുടെ കൈമലൊക്കെ മുറിവ് പോലെയുള്ള അങ്ങനെയുള്ള ക്രഷ് ചെയ്യുക, അങ്ങനെയൊക്കെ കൈ മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന കട്ടിങ്ങും ക്രഷിങ്ങും പോലെയുള്ള മെക്കാനിക്കലായിട്ടുള്ള ഇഞ്ചുറീസ്. അതേപോലെ കെമിക്കൽ ഡാമേജ് വരാം. കെമിക്കൽ ഡാമേജ് എന്ന് പറയുമ്പോൾ കോയസീവ് സബ്സ്റ്റൻസുകൾ വെച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസിഡൊക്കെ നമ്മുടെ മേത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആ വേദന ഉണ്ടല്ലോ, ആസിഡ്സ്. അതേപോലെ തീയെ ഒക്കെ പൊള്ളിക്കഴിഞ്ഞാലൊക്കെ നമുക്കൊരു പെയിൻ ഉണ്ടല്ലോ, അതുപോലെയുള്ള കോയസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് ഈ കെമിക്കൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. അതേപോലെ എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ, അത് ടെമ്പറേച്ചർ വേറെ തന്നെയാണ്. കെമിക്കൽസ് പറയുമ്പോൾ അതിൽ കോയസീവ് സബ്സ്റ്റൻസ്, ആസിഡ്സ് പോലെയുള്ള സാധനങ്ങൾ, കെമിക്കൽസ്. ഓക്കെ, എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചറിൽ വരുന്നതാണ് ബേണിങ്, ഫ്രീസിങ് പോലെയുള്ള ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റം. അതായത് നല്ല തണുപ്പുണ്ടാകുമ്പോൾ, തണുപ്പത്ത് നമ്മൾ നന്നായിട്ട് തണുപ്പിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലും നമുക്കുണ്ടാകും അല്ലേ, പെയിൻ ഉണ്ടാകും. അതേപോലെ നന്നായിട്ട് ചൂടാണെന്നുണ്ടെങ്കിലും കൈ പൊള്ളുന്നതും അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. അങ്ങനെ തേർമലാവാം, പിന്നെ ചിലപ്പോൾ ഡിസീസുകളാകാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ടിഷ്യൂസിൽ നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വേരിയസ് കെമിക്കൽസാണ്. ഈ കെമിക്കൽസിനെ റിലീസ് ചെയ്യുന്നത് ഡാമേജ്ഡ് ടിഷ്യൂസിൽ നിന്നാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡാമേജ്ഡ് ടിഷ്യൂസ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ പല ഡിഫറെൻ്റ് ടൈപ്സ് ഡാമേജസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും. അപ്പോൾ ഈ ഒരു ഡാമേജിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് വേരിയസ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ടിഷ്യൂസിൽ നിന്ന്. അതിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് പറയുന്നത്. അതിൽ പൊട്ടാസ്യം അയോൺസ് ഉണ്ടാവും. അതേപോലെ അത് ഡാമേജ്ഡ് സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പൊട്ടാസ്യം അയോൺസ്. പിന്നെ അതേപോലെ ബ്രാഡിക്കൈനിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്ലാസ്മയുടെ ലീക്കിങ്ങിൽ നിന്ന്, പ്ലാസ്മ ലീക്ക് ചെയ്തിട്ട് വരില്ലേ, അതിൽ നിന്ന്, അത് ഏത് ബ്ലഡ് പ്ലാസ്മയിൽ നിന്നാണെന്നറിയോ, നമ്മുടെ ബ്ലഡ് വെസൽസിന് എന്തെങ്കിലും ഡാമേജൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലെ ബ്ലഡ് പ്ലാസ്മ ലീക്ക് ചെയ്തിട്ട് വരുന്ന ഒരു കെമിക്കലാണ് ബ്രാഡിക്കൈനിൻ. അതേപോലെ ഹിസ്റ്റാമിൻ എന്ന് പറയും. ഹിസ്റ്റാമിൻ കേട്ടിട്ടുണ്ടാകും. അത് മാസ്റ്റ് സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് ശരിക്കും നമ്മുടെ ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻഫ്ലമേറ്ററി ആക്ഷനുള്ള ഒരു കെമിക്കലാണ് ഹിസ്റ്റാമിൻ. മാസ്റ്റ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് 3 പൊട്ടാസ്യം അയോൺസ്, ബ്രാഡിക്കൈനിൻ, ഹിസ്റ്റാമിൻ. ഓക്കെ, പിന്നെ ഡാമേജ്ഡ് സെൽസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെർവ് എൻഡിങ്സിനെ സെൻസിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻസിറ്റൈസ്
ടു അതർ സബ്സ്റ്റൻസ് നെർവ് എൻഡിങ്സിനെ സെൻസിറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാകും, പെയിന് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അനാൾജസിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പെയിൻ റിലീവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മരുന്നുകളെയും അങ്ങനത്തെ ഒരു കൂട്ടം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കെമിക്കൽസിനെയാണ് നമ്മൾ അനാൾജസിക്സ് എന്ന് പറയുന്നത്. പെയിൻ റിലീഫിനുള്ളതാണ്. അതേപോലെ അതിനുള്ള ഒരു അനാൾജസിക് ആയിട്ടുള്ള ഡ്രഗാണ് ആസ്പിരിൻ. ഈ ആസ്പിരിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ സിന്തസിസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മളിപ്പോൾ ഒരു അനാൾജസിക്കായിട്ട് ഉപയോഗിക്കുന്ന ആസ്പിരിൻ അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാണ്, ഇൻട്രോ ആയിട്ട് പറയാം കേട്ടോ. ഒന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല വെച്ചാൽ ഒരുപാട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് മാത്രം. ഓക്കെ. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ എന്തുണ്ടാക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെയിന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെയിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് വെച്ചാൽ ഒരു പല പെയിനും നമുക്കുണ്ടാകും. ഓരോ അവയവങ്ങളിൽ ഓരോ ടൈപ്പ് പെയിൻ ഉണ്ടാകും. അതേപോലെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും ഉണ്ടാകുക. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോന്നിൻ്റെ വേദനകൾ തന്നെ അതിൻ്റെ ക്വാളിറ്റീസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ഏത് വേദനയാണ് എന്ന് തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അതിന് തന്നെ എന്താ പറയുക, ഒരു വലിയ കഴിവാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യൻ, ഒരു ഡോക്ടർക്കാണ് കറക്റ്റായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ കഴിയുന്നത്, ഏത് രോഗമാണ്, എന്തിൻ്റെ പെയിനാണ്, രോഗത്തിൻ്റെ തന്നെയാണോ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടുള്ള പെയിനാണോ, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിക്കാർ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് എന്താ വെച്ചാൽ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്. അതിലെന്താ വെച്ചാൽ അവർക്ക് വേദന ഉണ്ടാകും, പക്ഷേ അവർക്ക് ശരീരത്തിലൊന്നൊരു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് വേദന ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുക. അതായത് അവർക്കൊരു സൈക്കോളജിക്കൽ കോസ് ഉണ്ടാകും, അതിനനുസരിച്ചായിരിക്കും അവർക്ക് എന്തുണ്ടാകുന്നത്, ശരീരത്തിൽ വേദന ഉണ്ടാകുന്നത്. പക്ഷേ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്തില്ല, ശരീരത്തിൽ ഇപ്പോൾ അവർ എക്സ്റേയോ കാര്യങ്ങളോ എന്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനൊന്നും ഒരു തെളിവായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസുള്ള പെയിനാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പിന്നെ അതേപോലെ പെയിനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം, നമുക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല അല്ലേ, അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സെൻസേഷനാണ്. പക്ഷേ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യന് ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെൻസേഷൻ തന്നെയാണ് പെയിന്. ഈ ഒരു പെയിന് നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കുകയാണ്. ഒരു ഇഞ്ചൂറിയസ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ നിന്നൊക്കെ നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇഞ്ചൂറിയസ് ഏജൻറ്റിനെ നമ്മൾ അതിനനുസരിച്ച് ഒരു അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് വെച്ചിട്ട്, ഇപ്പോൾ ഒരു രോഗം വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് ആ പെയിനിനെ നമ്മൾ ഇല്ലാതാക്കുകയും ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു സെൻസേഷൻ തന്നെയാണ് നമ്മുടെ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.